ഹലോ ഗൈസ്, അപ്പോൾ ദാ നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി അമ്പല ദർശനമാണെന്ന് സാരം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് ചെറിയൊരു ഇൻറ്റൻഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ കാർ എടുത്ത ടൈമിലുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി താക്കോലൊന്ന് പൂജിക്കണമെന്ന് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇപ്പം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു യാത്ര ഒരു മാസം മുമ്പ് ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് നമുക്ക് വാഹനം പൂജ നടന്നിട്ടില്ല, ദർശനം നടന്നിട്ടില്ല, ഒന്നും കറക്റ്റായിട്ട് നടക്കാതെ ഒരു സംതൃപ്തി ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴി നല്ല അടിപൊളി സദ്യയും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പായസമൊക്കെ കൂട്ടി കുഴച്ച് ഞങ്ങൾ ഒരു 1.5 പിടി അങ്ങ് പിടിച്ചിട്ട് നേരെ വിട്ടുപിടിച്ചു കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, കാശിക്കൂട്ടിനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരന് ഭയങ്കര ദാഹമാണ് ഗൈസ്. പിന്നെ ആ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു അമ്പല ദർശനം യാത്ര അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇറങ്ങുന്നതിലും കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ അവിടെ ചെല്ലുമെന്നുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ നേരം അവിടെ എത്താറ്. കാരണം ഈവനിങ്ങിൽ ഇവിടുന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരുപാട് രാത്രിയാവും നമ്മളങ്ങ് ചെല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ നേരത്തെ സെറ്റാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് അന്വേഷിച്ച് നടക്കേണ്ട ആ ഒരു പരിപാടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.